Welcome to the fifth video on Postmodernism, beginning theory by Peter Barry, oriented recording. So this is the fifth video on the same. So here we are going to discuss the title which occurs in page number 82 of the text. Publication details പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 82-ലാണ് ഈ ഒരു പാർട്ട് ഇനി പറയാൻ പോകുന്ന പാർട്ട് വരുന്നത്. So it's about landmarks in postmodernism, Habermas, Lyotard and Baudrillard. ഇതിൽ വരുന്ന മെയിൻ കീ ഫിഗേഴ്സിനെയാണ് പറയുന്നത്. A major moment in the history of postmodernism is the influential paper Modernity, an Incomplete Project, delivered by the contemporary German theorist Jürgen Habermas in 1980. For Habermas, the modern period begins with the Enlightenment, that period of about 100 years from the mid-17th to the mid-18th century, when a new faith arose in the power of reason to improve human society. ഈ എൻലൈറ്റൻമെൻറ്റ് മൂവ്മെൻറ്റിനെ മോഡേണിറ്റി ഒക്കെ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ്, അതിൻ്റെ ടൈം പീരീഡ് നമ്മൾക്കറിയാം ഒരു mid-17th to mid-18th സെഞ്ച്വറിയാണ് എന്ന്. അപ്പം അവിടെ എന്താണ്, അവിടെ ഒരു ഹ്യൂമൻ റീസൺ, അതായത് പവർ ഓഫ് റീസൺ ടു ഇംപ്രൂവ് ഹ്യൂമൻ സൊസൈറ്റി, അതാണ് എൻലൈറ്റൻമെൻറ്റ് ആസ് എ മൂവ്മെൻറ്റ് ആസ് എ ഹോൾ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഡിഫറൻസ്, സാധാരണ ചില മൂവ്മെൻറ്റ്സ് ഒക്കെയും അല്ലെങ്കിൽ പല മൂവ്മെൻറ്റ്സും, മോസ്റ്റ് ഓഫ് ദി മൂവ്മെൻറ്റ്സ് ആക്ച്വലി ദേ റൈസ് ഫ്രം വൺ കൺട്രി, അതിനുശേഷം അതിൻ്റെ പല പിന്നീട് അതേ അവിടെ ഒറിജിൻ ഇന്ന സ്ഥലത്തു നിന്നാണ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ് സാധാരണ ഉണ്ടാവുന്നത്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ എൻലൈറ്റൻമെൻറ്റ് ശരിക്കും അതിൻ്റെ എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാർ ഡിഫറെൻറ്റ് കോർണേഴ്സ് ഓഫ് എർത്ത്, അതിൽ നിന്ന് നമ്മൾക്ക് ആ പ്രൊപ്പോണൻസിനെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് നോക്കാം. സച്ച് ഐഡിയാസ് ആർ എക്സ്പ്രസ്ഡ് ഓർ എംബോഡീഡ് ഇൻ ദ ഫിലോസഫി ഓഫ് കാന്റ് ഇൻ ജർമ്മനി. ഇമ്മാനുവൽ കാന്റ് ജർമ്മനിയിൽ, ഇമ്മാനുവൽ കാന്റ് ആണെങ്കിൽ വോൾട്ടർ ആൻഡ് ഡിദറോ ഇൻ ഫ്രാൻസ്, ജർമ്മനിയായി ഫ്രാൻസ്, ആൻഡ് ലോക്ക് ആൻഡ് ഹ്യൂം ഇൻ ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്. അപ്പോൾ അന്നത്തെ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള ഒരു സെൻറ്റർ ഓഫ് കൾച്ചർ എന്ന് പറയുന്ന പാർട്ടുകളിൽ നിന്നൊക്കെയും ആൾക്കാർ ഡിഫറെൻറ്റ് പേഴ്സൺസ് ആക്ച്വലി കെയിം വിത്ത് ദി ഐഡിയ. അപ്പം ഇങ്ങനെ ഒരു വലിയ ഒരു വാസ്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റായിട്ട് എൻലൈറ്റൻമെൻറ്റ് ഈ രീതിയിലേക്ക് നിൽക്കുകയാണ്. So in Britain, the term the age of reason was used till recently to designate the same period. ഇതേ പീരീഡ് തന്നെയാണ്, അതായത് ഒരു ടൈം പീരീഡ് ആയിട്ടാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ടൈം പീരീഡ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സിനെ ആ രീതിയിൽ തന്നെയാണ് പറയുക. പക്ഷേ എങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു ചില മോസ്റ്റ് ഓഫൺ നമ്മൾ ചിലപ്പം ഒരു പർട്ടിക്കുലർ കോണ്ടിനെൻറ്റിലോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ രാജ്യത്തോ ഒതുങ്ങി നിൽക്കുന്നത് കാണാം, അതായത് ഒരു മൂവ്മെൻറ്റ്. എന്നിട്ട് അതിൻ്റെ പിന്നീട് എപ്പോഴെങ്കിലും അതിൻ്റെ ഒരു വേർഷൻസോ എന്തെങ്കിലും ആയിട്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ എല്ലാ മേഖലകളിലും ഇതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾക്ക് കാണാൻ പറ്റി. പിന്നെ പറയുന്നത്, ദ സോ കോൾഡ് എൻലൈറ്റൻമെൻറ്റ് പ്രോജക്റ്റ് ഈസ് ദി ഫോസ്റ്ററിംഗ് ഓഫ് ദിസ് ബിലീഫ് ദാറ്റ് എ ബ്രേക്ക് വിത്ത് ട്രഡീഷൻ, ബ്ലൈൻഡ് ഹാബിറ്റ് ആൻഡ് സ്ലേവിഷ് ഒബീഡിയൻസ് ടു religious precepts and prohibitions, coupled with the application of reason and logic by the disinterested individual, can bring about a solution to the problems of society. എവിടെയാണ് അതിൻ്റെ എന്താണ് എൻലൈറ്റൻമെൻറ്റ് ഉദ്ദേശിക്കുന്നതെന്ന് കാണാൻ പറ്റുക. അതായത് ഈ പറയുന്ന ഹ്യൂമൻ റീസൺ പ്രോപ്പർലി യൂസ് ചെയ്തുകൊണ്ട്, അതുമാത്രമല്ല അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, വി ക്യാൻ ബ്രേക്ക് വിത്ത് ട്രഡീഷൻ, വി ക്യാൻ ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ പ്രൊഹിബിഷൻസ്, പിന്നെ അതുപോലെ സ്ലേവിഷ് ഒബീഡിയൻസ് എന്നുള്ള ഒരു റിലീജിയനോടായാലും മറ്റുള്ള എന്ത് പ്രൊഹിബിഷൻസ്, നമ്മുടെ മുന്നിലുള്ള മറ്റ് ഒബ്സ്റ്റാക്കിൾസ് ടു അഗെയിൻസ്റ്റ് ദ ഫ്രീഡം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും മാറ്റിക്കൊണ്ടല്ല, അതിനെയൊക്കെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഹ്യൂമൻ സൊസൈറ്റിയെ അതിനൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എൻലൈറ്റൻമെൻറ്റ് പ്രൊക്ലെയിം ചെയ്തത്. സോ ദിസ് ഔട്ട്ലുക്ക് ഈസ് വാട്ട് ഹേബർമാസ് മീൻസ് ബൈ മോഡേണിറ്റി. ആ ഔട്ട്ലുക്കിനെ ശരിക്കും മോഡേണിറ്റി എന്ന് തന്നെയാണ് വിളിച്ചത്. ദ ഫ്രഞ്ച് റവല്യൂഷൻ ക്യാൻ ബി സീൻ ആസ് എ ഫസ്റ്റ് അറ്റംപ്റ്റ് ടു ടെസ്റ്റ് ദിസ് തിയറി ഇൻ പ്രാക്ടീസ്. അതുകൊണ്ട് തന്നെയാണ് പിന്നീടായാലും വരുന്ന പല റവല്യൂഷണറി ആയിട്ടുള്ള ആശയങ്ങളെയും ഈ പറയുന്ന എൻലൈറ്റൻമെൻ്റ് ആയിട്ടും ഫ്രഞ്ച് റവല്യൂഷനൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ഈവൻ മാർക്സിസം അതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഈ തിയറീസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് പറയാനുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന മൂവ്മെൻറ്റ്സും അല്ലെങ്കിൽ ആ റവല്യൂഷൻസൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള റീസൺ പറഞ്ഞാൽ ഇതിലെല്ലാം ഒരു എലമെൻറ്റ് ഓഫ്
revolution involved ആണ്, അല്ലെങ്കിൽ സംതിങ് ഡിഫറെൻറ്റ്, ടു ട്രൈ സംതിങ് ഡിഫറെൻറ്റ് ദാറ്റ് ഈസ് ഓൾറെഡി ഇൻവോൾവ്, ടു ചലഞ്ച് ദി ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് നോംസ് ദാറ്റ് ഈസ് ഓൾറെഡി ഇംപ്ലൈഡ്. അതുകൊണ്ടാണ്. അപ്പോൾ അവിടെയാണ് ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റിംഗ് വെദർ ഇറ്റ് ഇസ് പോസിബിൾ ടു ഡു വിത്ത് അവർ റീസൺ, അല്ലെങ്കിൽ അതിന് ആ പറയുന്ന തോട്ട് ഇവോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും തോട്ട്സ് നമുക്ക് പ്രോപ്പർ തിങ്കിങ്ങിലൂടെ ഈ പറയുന്ന സോഷ്യൽ പ്രോബ്ലംസിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് വരുന്നത്. സോ ഫോർ ഹേബർമാസ് ദിസ് ഫെയ്ത്ത് ഇൻ റീസൺ ആൻഡ് ദി പോസിബിലിറ്റി ഓഫ് പ്രോഗ്രസ് സർവൈവ്ഡ് ഇൻ ടു ദി 20th century and even survives the catalogue of disasters which makes up that century's history. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഹേബർമാസ് പറയുന്ന കാര്യമാണ്. ഹേബർമാസിൻ്റെ ആദ്യം തന്നെ ഇൻകംപ്ലീറ്റ് പ്രോജക്റ്റ് എന്നാണ് മോഡേണിറ്റീനെ വിളിക്കുന്നത്. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണെങ്കിൽ ആ പറയുന്ന ആർഗ്യുമെൻറ്റ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് നോക്കാം. സോ ഹിയർ for Habermas, this faith in reason and the possibility of progress survived into the 20th century. ഇത്രയും കാലഘട്ടങ്ങളിലോളം അതിൻ്റെ ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ഈ ഒരു റീസണിലുള്ള ഒരു ഫെയ്ത്ത്, അതായത് ഹ്യൂമൻ റീസൺ, യു തിങ്ക് ആൻഡ് യു ആക്ട് അക്കോർഡിംഗ് ടു ദ റീസൺ, മേക്ക് ഇറ്റ് റീസണബിൾ എന്നുള്ള ഒരു രീതി അത് തുടർന്ന് വരുന്ന അത് 20th സെഞ്ച്വറിയിലോളം നമുക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് കാണാൻ പറ്റി. ആൻഡ് ഈവൻ സർവൈവ്സ് ദ കാറ്റലോഗ് ഓഫ് ഡിസാസ്റ്റേഴ്സ് വിച്ച് മേക്സ് അപ്പ് ദ സെഞ്ച്വറീസ് ഹിസ്റ്ററി. The cultural movement known as modernism subscribed to this project in the sense that it constituted a lament for a lost sense of purpose, a lost coherence, a lost system of values. ഇവിടെയാണ് മോഡേണിസം എന്ന് പറയുന്ന മൂവ്മെൻറ്റ് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഹൗ മച്ച് ഓർ ടു ദ എക്സ്റ്റെൻറ്റ് വിച്ച് ദി ലേമെൻറ്റ് ഫോർ സംതിങ് ലോസ്റ്റ്. അപ്പോൾ ഇവിടെയും അതേപോലെ ഒരു എൻലൈറ്റൻമെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇറ്റ്സ് എൻ അൺറെസ്ട്രിക്റ്റഡ് ഫ്രീഡം, അൺചാർട്ടേഡ് ഫ്രീഡം. ഇറ്റ്സ് നോട്ട് ദാറ്റ് കേസ്. അങ്ങനെയല്ല അത്. പക്ഷേ വന്നത് ഓൾവേസ് ദേ വർ ക്ലിങ്ങിങ് ഓൺ ടു ദ പാസ്റ്റ് വാല്യൂസ്. പക്ഷേ അപ്പോൾ അത് കംപ്ലീറ്റ് ഫ്രീഡം ഒന്നുമല്ല. ഡിക്ലെയർ ചെയ്യുന്നത് ഒരിക്കലും ഹ്യൂമൻ ബീയിങ്സിൻ്റെ നമുക്കിപ്പം ഇന്നത്തെ ഒരു രീതിയിൽ ഹ്യൂമൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതുമായിട്ട് ഒരു തരത്തിൽ നമുക്ക് ഒരു വലിയ എക്സ്റ്റെൻറ്റ് വരെയും ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. എൻലൈറ്റൻമെൻറ്റ് ഇൻ വൺ വേ ഓർ അതർ, ദാറ്റ് വാസ് ലൈക്ക് ചെയിനിങ് അഗെയിൻ ഇൻ വൺ വേ ഓർ അതർ. അത്രയേ ഉള്ളൂ. അതിലപ്പുറത്തേക്കൊരു ഫ്രീഡം അതിന് അഷ്വർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഫോർ ഹേബർമാസ്, ദ ഫ്രഞ്ച് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് തിങ്കേഴ്സ് ഓഫ് ദി 1970s സച്ച് എസ് Derrida and Foucault represented a specific repudiation of this kind of Enlightenment modernity. They attacked, in his view, the ideals of reason, clarity, truth and progress, and as they were thereby detached from the quest for justice, he identified them as young conservatives. അപ്പം ഈ ഇൻകംപ്ലീറ്റ് പ്രോജക്റ്റ് എന്ന് വിളിച്ചു. അപ്പോൾ സോ അതിൻ്റെ ഇടയിൽ നമ്മൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള ആൾക്കാർ, അത് പോസ്റ്റ് മോഡേണിസം അല്ലെങ്കിൽ പോസ്റ്റ് സ്ട്രക്ചറലിസം അതിൻ്റെ ഇടയിലേക്ക് അതിൻ്റെ പവർ എക്സേർട്ട് ചെയ്ത് വരികയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്തിട്ടില്ല, അത് കംപ്ലീഷൻ ഇറ്റ്സ് നോട്ട് ഹാപ്പണിങ്. പക്ഷേ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഡെറിഡ, ഫൂക്കോ ഇങ്ങനെയുള്ള ആൾക്കാർ അവിടെ എന്താണ് ചെയ്യുന്നത്, ദേ റെപ്രസെൻറ്റ് എ സ്പെസിഫിക് റെപ്യൂഡിയേഷൻ ഓഫ് ദിസ് കൈൻഡ് ഓഫ് എൻലൈറ്റൻമെൻറ്റ് മോഡേണിറ്റി. ഇതിലുള്ള കംപ്ലീറ്റ് ഫെയ്ത്തും ഇവർ ദേ ലെഫ്റ്റ് ഔട്ട്. അതാണ് അവർക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ആ രീതിയിലുള്ള ഒരു മോഡേണിറ്റി അല്ലെങ്കിൽ അതിലൂടെ എന്തെങ്കിലും ഒരു മാറ്റം അവർ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അവിടെയാണ് ഈ രീതിയിലുള്ള ഐഡിയൽസ് ഓഫ് റീസൺ, ക്ലാരിറ്റി, ട്രൂത്ത്. കാരണം നമുക്കറിയാം പോസ്റ്റ് മോഡേണിസം എത്രമാത്രം അതിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ടു. കാരണം അതിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് പോസ്റ്റ് സ്ട്രക്ചറിസം. ഓൾറെഡി ഇറ്റ് ഈസ് ദ ഇൻ അതർ വീഡിയോ സെഷൻസ്. പോസ്റ്റ് സ്ട്രക്ചറിസം ആസ് പെർ ദ ബിഗിനിങ് തിയറി ടെക്സ്റ്റ് ഇറ്റ്സ് ഓൾറെഡി കംപ്ലീറ്റ്ലി നറേറ്റഡ്, ഡിസ്ക്രൈബ്ഡ്. അപ്പോൾ അത് എക്സ്പ്ലെയിൻഡ് ആണ്. അപ്പോൾ അവിടെയും ഈ പറയുന്ന പോലെ തന്നെ എൻലൈറ്റൻമെൻറ്റിൻ്റെ ആ അത് ഉദ്ദേശിക്കുന്ന ക്ലാരിറ്റി, ട്രൂത്ത്, പ്രോഗ്രസ് ഇതിലൊന്നും ഇവർ വിശ്വസിക്കുന്നത് നമുക്കറിയാം. ഒരു അബ്സല്യൂട്ട്സ്, ദർ ഇസ് നോ അബ്സല്യൂട്ട് എന്ന് പറയുവാണ് പോസ്റ്റ് സ്ട്രക്ചറിസം ആയാലും. കാരണം നിങ്ങൾ ലാംഗ്വേജിനെ ട്രസ്റ്റ് ചെയ്യുന്നുവെന്ന് സ്ട്രക്ചറലിസം പറയുന്നു. ദർ ഇസ് നോ സച്ച് എ ട്രസ്റ്റ് പോസിബിൾ ബിക്കോസ് എനി ടൈം ലാംഗ്വേജ് മേ ചീറ്റ് യു എന്നുള്ളതാണ്. ലാംഗ്വേജ് നിങ്ങൾ ഏത് നേരവും നിങ്ങൾക്ക് എന്താ ഒരു സ്ലിപ്പ് ഓഫ് ടങ് മുതൽ സംതിങ് വിച്ച് ലാംഗ്വേജ് മേ മേക്ക് യു ഫെയിൽ ഇൻ ദ എക്സ്പ്രഷൻ ബിക്കോസ് you may mean something and the other person may take something different. The next another person can take something entirely different. So it's obviously there is a അതുകൊണ്ടാണ് അവർ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്നത്. എൻറ്റയർ ഓൾവേസ് ദാറ്റ് ഈസ് ഗെറ്റിംഗ്
ഇൻ വൺ വേ, ഒരു ഇങ്ങനെ കണ്ടിന്യൂസ് പ്രോസസ്സാണ്, അങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് മീനിങ് ഇല്ല എന്നൊക്കെ പറയുന്നിടത്ത് ഈ പറയുന്ന ക്ലാരിറ്റി, ട്രൂത്ത്, പ്രോഗ്രസ് ഇതിലൊന്നും അവർ വിശ്വസിക്കുന്നില്ല. നമുക്കത് ഇംപ്ലൈഡ് ആയിട്ട് കിട്ടുന്നുള്ള ഒരു നോഷൻ. സോ അതുകൊണ്ടാണ് ഈ ഹൈബർമാസ് ഇവരെ യങ് കൺസർവേറ്റീവ്സ് എന്ന് വിളിക്കുന്നത്. The term postmodernism was used in the 1930s, but its current sense and work can be said to have begun with the Lyotard's The Postmodern Condition, a report on knowledge. ഈ ടേം ശരിക്കും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് 1930s. പക്ഷേ ആ ഒരു ലയോട്ടാർഡിൻ്റെ ഒക്കെ ഒരു എസ്സേ ഒക്കെ വരുമ്പോഴാണ് 1979. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം ഒരു 1980s. ശരിക്കും മോഡേണിസം അതായത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ടൈം പീരീഡ് ഒന്നും പറയാൻ പറ്റില്ല. ഈ പറയുന്ന ഇന്ന ദിവസം എൻഡ് ചെയ്തു, ഇന്ന ഡേറ്റിൽ, ഇന്ന ഇയറിൽ, അതൊന്നും അല്ലല്ലോ. നമുക്കൊരു മൂവ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇറ്റ്സ് ഇമ്പോസിബിൾ ഫോർ അസ് ടു സീ അബൌട്ട് സച്ച് എ ഡെഫിനിറ്റ് പോയിൻറ്റ്സ്. എന്നാലും ഏകദേശം നമുക്കറിയാം ഒരു ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന മാതിരി യു ക്യാൻ ടോക്ക് അബൌട്ട് ദിസ് മോഡേണിസം വെൻ ഇറ്റ് ഗോസ് ഡൗൺ ഇൻ ടു ഒബ്ലീവിയൻ. മറ്റതിന് എപ്പോഴാണ് പ്രൊമിനൻസ് വരുന്നത് നമുക്ക് വിത്ത് ദ സെൻസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഒരു അവിടെയുള്ള ആ കാലഘട്ടത്തിലുള്ള ചില വർക്ക്സും റൈറ്റേഴ്സ്, ക്രിറ്റിക്സ്, ഇവരുടെ സ്റ്റാൻസ്, റൈറ്റിംഗ്സ്, ക്രിറ്റിസിസം അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ലയോട്ടാർഡിൻ്റെ ആ ഒരു ദ പോസ്റ്റ് മോഡേൺ കണ്ടീഷൻ, ആ റിപ്പോർട്ട് ഓൺ നോളജ് വിത്ത് ദിസ് ആക്ച്വലി പോസ്റ്റ് മോഡേണിസം അതിൻ്റെ ഒരു റിയൽ ബിഗിനിങ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. കറണ്ട് അത് ഏറ്റവും പ്രൊമിനൻസിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസിലേക്ക് വരുന്നത് എന്നാണ്. ലയോട്ടാർഡ്സ് എസ്സേ ആൻസറിങ് ദ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് പോസ്റ്റ് മോഡേണിസം. It came in 1982. The essay, name of the essay by Lyotard, it's answering the question what is postmodernism. See, okay, it's 1982. Added in 1984 as an appendix to the postmodern condition and included in Brooker's Modernism, Postmodernism, 1992. It's a text. And again, the postmodern condition also is a text-length publication. അപ്പോൾ അതിൻ്റെ പ്രിഫസ് ആയിട്ട് അല്ലെങ്കിൽ അപ്പൻഡിക്സ് ആയിട്ടാണ്, പ്രിഫസ് അല്ല അപ്പൻഡിക്സ് ആയിട്ടാണ് ഇത് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു അഡീഷണലായിട്ട് ചേർക്കുന്നതിനെയാണ് നമ്മൾ അപ്പൻഡിക്സ് എന്ന് കൊടുക്കുക. സോ ടേക്സ് അപ്പ് ദിസ് ഡിബേറ്റ് അബൌട്ട് ദ എൻലൈറ്റൻമെൻറ്റ് മെയിൻലി ടാർഗറ്റിംഗ് ഹേബർമാസ് ഇൻ എ സ്ലൈറ്റ്ലി ഒബ്ലീക്ക് മാനർ. Lyotard opens with a move which effectively turns the debate into a struggle to demonstrate that one's opponents are the real conservatives, a familiar bottom line of polemical writing on culture. See, all these things you can leave, but every direction he says we are being urged to put an end to experimentation. And after citing several other instances, he writes അബൌട്ട് ഹൈബർമാസ്. അതായത് ഹൈബർമാസ് ഈ പറയുന്ന യങ് കൺസർവേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് പുതിയ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ അവരെ സ്വയം ചിന്തിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി വരുന്നവരെ അല്ലെങ്കിൽ മാറുന്നവരെ യങ് കൺസർവേറ്റീവ്സ് എന്നൊക്കെ വിളിക്കുന്നതിന് ഒരു തരത്തിൽ വിമർശിച്ചുകൊണ്ടാണ് വളരെ ഓപ്പൺലി അല്ലെങ്കിലും അവിടെ നമുക്ക് കാണാൻ പറ്റും. ഐ ഹാവ് റെഡ് ദിസ് ഇസ് ദ വേ ഹി റൈറ്റ്സ്. ലെറ്റാർഡ് റൈറ്റ്സ് ഒബ്വിയസ്ലി ഓഫ് ഹേബർമാസ് വി നോ, ബട്ട് അതിൽ പേരെടുത്ത് പറയണമെന്നില്ല, പക്ഷേ അവിടെ നമുക്ക് മനസ്സിലാവും. ഐ ഹാവ് റെഡ് എ തിങ്കർ ഓഫ് റെപ്യൂട്ട് ഹു ഡിഫെൻസ് മോഡേണിറ്റി അഗെയിൻസ്റ്റ് ദോസ് he calls the neo-conservatives. Under the banner of postmodernism, the latter would like, he believes, to get rid of the uncompleted project of modernism, that of enlightenment. ഹേബർമാസിനെ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം ഇതാണ്. അതായത് അവർ ഒരു തരത്തിൽ ദേ ആർ ട്രൈങ് ടു ഗെറ്റ് ദിസ് യങ് കൺസർവേറ്റീവ്സ് ലൈക്ക് വിത്തിൻ കോട്ട്സ്, യങ് കൺസർവേറ്റീവ്സ് അഗെയിൻ വിത്തിൻ കോട്ട്സ്, ബിക്കോസ് ദറ്റ് ഇസ് ദ ഒപ്പീനിയൻ ഓഫ് ഹേബർമാസ്. ഈ മേ ഓർ മേ നോട്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡ്, അത്രയേ ഉള്ളൂ. അത് നമ്മളൊരു തിയറിയെ അല്ലെങ്കിൽ നമ്മളൊരു മൂവ്മെൻറ്റിനെ അംഗീകരിക്കണമോ വേണ്ടയോ, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യണമോ വേണ്ടയോ. സംടൈംസ് വി ടോക്ക് അബൌട്ട് ഇസംസ്, ലൈക്ക് അത്ര മാത്രമേ ഉള്ളൂ. അത് മോഡേണിസത്തിൽ ബിലോങ് ചെയ്യണമോ എന്നുള്ളത് ഓരോരുത്തരുടെയും തീരുമാനമാണ്, അല്ലെങ്കിൽ അത് ഓരോരുത്തരുടെയും ഇറ്റ്സ് ജസ്റ്റ് എ ഫ്രീഡം ഓഫ് പീപ്പിൾ. അപ്പോൾ അവിടെ ഹേബർമാസ് പറയുന്ന പ്രകാരം ഇവരെന്ത് ചെയ്യുകയാണ്, അണ്ടർ ദ ബാനർ ഓഫ് പോസ്റ്റ് മോഡേണിസം ദീസ് പീപ്പിൾ ഹാവ് ബീൻ ട്രൈങ് ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ് അൺകംപ്ലീറ്റഡ് പ്രോജക്റ്റ് ഓഫ് മോഡേണിസം. മോഡേണിസത്തിന് വലിയൊരു പ്രോജക്റ്റ് ഉണ്ട്, അത് സി ദാറ്റ് ഓഫ് എൻലൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെയാണ് ഇവർ തകർക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു വ്യൂ പോയിന്റിലാണ് ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ അത് ഹേബർമാസ് പറയുന്നതായിട്ട് റെഫറൻസ് നമ്മൾ ലയോട്ടാർഡിൽ കാണാൻ പറ്റും. സോ ഹേബർമാസ് ഈസ് സിംപ്ലി one voice in a chorus which is calling for an end to artistic experimentation and for order. നമുക്ക് കാണാൻ പറ്റും മോഡേണിസത്തിൽ നമുക്കറിയാം ഒരു വിധം നിവൃത്തിയുണ്ടെങ്കിൽ അവർക്ക് they want to stick on to tradition, they want to go back to the values and all.
unity and identity for security. Every time they want security, everything to be in a very ordered and very സ്ട്രിക്റ്റ്, അല്ലെങ്കിൽ സ്ട്രിക്റ്റ് എന്നല്ല, ഒരു വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള, ദേ ഐഡിയലൈസ് എവറിത്തിങ് ടു ബി ഇൻ ആൻ ഐഡിയൽ മാനർ ദേ വോണ്ട് ടു. അപ്പോൾ അവിടെ അതിന് വേണ്ടി ശ്രമിക്കുന്ന കുറേ ആൾക്കാരിലുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു വോയിസ് ആയിട്ട് മാത്രം അതിനെ കാണുക എന്നുള്ളതാണ് അവർ പറയുന്നത്. സോ ഇൻ എ വേർഡ്, ദീസ് വോയിസസ് വോണ്ട് ടു ലിക്വിഡേറ്റ് ദ ഹെറിറ്റേജ് ഓഫ് ദി അവന്റ് ഗാർഡ്സ്. ഇപ്പം ന്യൂ മൂവ്മെൻറ്റ്സ് ആണ് അവന്റ് ഗാർഡ്, നമുക്കറിയാം ന്യൂ ആർട്ടിന് പല രീതി, ആ ടെക്നീക്സിനെയൊക്കെ ഇവർക്ക് എന്ത് വേണം, സപ്രസ് ചെയ്യണം. ഫോർ ലയോട്ടാർഡ്, ദ എൻലൈറ്റൻമെൻറ്റ് ഹൂസ് പ്രോജക്റ്റ് ഹേബമാസ് വിഷസ് ടു കണ്ടിന്യൂ ഈസ് സിംപ്ലി വൺ ഓഫ് ദി വുഡ് ബി authoritative overarching totalizing explanations of things like Christianity, Marxism or the myth of scientific progress. ഇപ്പോൾ കണ്ണിൽ, അല്ലെങ്കിൽ ലയോട്ടാർഡിൻ്റെ ഒപ്പീനിയനിൽ പിന്നെ പോസ്റ്റ്മോഡേണിസത്തിൻ്റെ പ്രൊപ്പോണൻ്റാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ പറയുന്നത് എന്താണോ, ഈ ഒരു ടോട്ടലൈസിങ് ആയിട്ടുള്ള ചില ചില റിലീജിയൻസും ചില പിന്നെ ഇസംസും ഒക്കെ നമുക്കറിയാം, പൊളിറ്റിക്കലി ആയാലും. See, they are intolerant like anything, and other ideas they cannot accept most often. I tell you, it's not generalized still. Most often this happens. That's why we have a lot of struggles between riots ആയാലും എല്ലാം വരുന്നതിൻ്റെ റീസൺ അതാണ്. അപ്പോൾ ഇതുപോലെ ഒരു these meta narratives are super narratives which purport to explain and reassure are really illusions fostered in order to smother difference, opposition and plurality. ഈ മെറ്റാ നറേറ്റീവ്സ് ആണ് ഇവരുടെ ഒക്കെ എപ്പോഴും. they wanted this meta grand narratives. ഓക്കെ, സോ സൂപ്പർ നറേറ്റീവ്സ്. അപ്പോൾ അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. ഹെൻസ് ലയോട്ടാർഡ്സ് ഫേമസ് ഡെഫിനിഷൻ ഓഫ് പോസ്റ്റ് മോഡേണിസം, ദാറ്റ് ഈസ് സിംപ്ലി ഇൻക്രെഡുലിറ്റി ടുവാർഡ്സ് മെറ്റാ നറേറ്റീവ്സ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനായിട്ട് പറയാം. അതായത് പോസ്റ്റ് മോഡേണിസം ഇസ് എൻ ഇൻക്രെഡുലിറ്റി ടുവാർഡ്സ് മെറ്റാ നറേറ്റീവ്സ്. ഇറ്റ്സ് ഗ്രാൻഡ് നറേറ്റീവ്സ് ഓഫ് പ്രോഗ്രസ് ആൻഡ് ഹ്യൂമൻ പെർഫെക്റ്റിബിലിറ്റി that are no longer tenable, and the best we can hope for is a series of mini narratives which are provisional, contingent, temporary and relative, and which provide a basis for the actions of specific groups in a particular local circumstances. Mini narratives, no longer these grand meta narratives are preferred എന്നുള്ളതാണ്. അതിനർത്ഥത്തിന് ഇനി മുതൽ അത് നമുക്ക് ആക്സസിബിൾ അല്ല, അതൊരു ഐഡിയലൈസിങ് മാത്രമാണ്. നമ്മൾ വിചാരിക്കും അങ്ങനെയൊക്കെ ആണ് നല്ലത്, ബട്ട് അതിനേക്കാൾ ഇപ്പോൾ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളോട് കൂടിയാണ്. അതായത് നമ്മൾക്ക് ലോക്കൽ ആയിട്ടുള്ളത്, നമ്മുടെ ഒരു ഇലക്ഷൻ സിസ്റ്റത്തിൽ നമ്മൾക്കറിയാം, വി ഹാവ് എ ലോട്ട് ഓഫ് representatives at a very basic levels, starting from very basic level. നമ്മൾ പിന്നെ MLA മുതൽ അങ്ങനെ മേലോട്ടാണ് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ പോകുന്നത്. നമ്മൾ ഒന്നാലോചിച്ച് നോക്കുക, നമ്മൾക്കൊരു ചെറിയൊരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നമ്മുടെ പേഴ്സണലായിട്ടുള്ളയോ അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ടുള്ളയോ എന്തെങ്കിലും ഒരു കാര്യം നടത്തിയെടുക്കണം. അപ്പോൾ ഈ ഗ്രാൻഡ് നറേറ്റീവ് എന്ന് പറയുന്ന പ്ലേസിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പ്രസിഡൻറ്റ് ഓർ അങ്ങനെ ഒരു വലിയ, നമുക്ക് ഒരിക്കലും നേരിട്ട് പെട്ടെന്ന് റീച്ച് ഇല്ലാത്ത ഒരു പൊസിഷൻ. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഓൾ പീപ്പിൾ ഇൻ ഇന്ത്യ every day, maybe having a lot of problems every day, if not every day, once in a month, everyone comes across different problems. അപ്പോൾ ഇതിനെല്ലാം പരിഹാരം തേടി നമ്മളെല്ലാവരും പ്രസിഡൻറ്റിൻ്റെ മുന്നിൽ ക്യൂ ആയിട്ട് നിന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കുക. ഇസ് ഇറ്റ് പോസിബിൾ? നോ, ഇറ്റ്സ് ഇംപോസിബിൾ. ബട്ട് നമ്മൾ അപ്പോൾ അങ്ങനെയാണ് ഈ മെറ്റാ നറേറ്റീവ്സിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ വരുന്നൊരു പ്രശ്നം, ഇറ്റ്സ് സംതിങ് ഐഡിയൽ. അതെപ്പോഴും നമ്മൾ ഗ്രാൻഡാണ്. ഇറ്റ്സ് സംതിങ് ടു മേക്ക് ഇറ്റ് വൺ വേ ഓർ അതർ ആക്സസിബിൾ. നമ്മളതിലിപ്പോൾ ഒരു ഏജൻസിയിൽ വിശ്വസിക്കുന്ന പോലെയാണ്. ഇറ്റ്സ് ലൈക്ക് റിലീജിയസ് ബിലീഫ് എന്ന് പറയുമ്പോൾ ഇൻ ദ ഏജൻസി ഓഫ് ഗോഡ്. ഓക്കെ, മാർക്സിസത്തിൽ വിശ്വസിക്കുന്നവർ ഇൻ ദ ഏജൻസി ഓഫ് ദിസ് മാർക്സ്, ദ പേഴ്സൺ, ആ പറയുന്ന ആ കോൺസെപ്റ്റിൽ ഇങ്ങനെ ലൈക്ക് ദേ കനോട്ട് ഈവൻ തിങ്ക് അബൌട്ട് സംതിങ് ഡിഫറെൻറ്റ്. അപ്പം അങ്ങനെയുള്ളിടത്ത് തന്നെയാണ് അതേ പൊസിഷനിൽ നമ്മൾ ഈ രീതിയിലൊരു ഇന്ത്യ ആസ് എ ഹോൾ, ഓൾ ദ പീപ്പിൾ, ദ സെയിം പേഴ്സൺ മീറ്റ്സ് ഓൺ ദ സെയിം ഡേ, എവറി ഡേ ദിസ് പ്രോസസ് ഗോയിങ് ഓൺ. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. ഇറ്റ്സ് ഇമ്പോസിബിൾ, ലിറ്ററലി ഇമ്പോസിബിൾ. അതുകൊണ്ടാണ് നമ്മൾക്ക് എന്തുള്ളത്, ഓരോ സംസ്ഥാനങ്ങൾ അതിലോരോരോ ജില്ലകളുടെ തിരിച്ചിട്ടുള്ള പിന്നെ
ഈ പറയുന്ന ഡിവിഷൻസ്, അതിലും താഴെ തട്ടുകളൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസിനെ എവിടെ അപ്രോച്ച് ചെയ്യണം. ഇനി അത് ആ പറയുന്ന പാർട്ടിൽ തീരാത്തതാണെങ്കിൽ നമ്മൾ അതിൻ്റെ തൊട്ട് മേലേക്ക് റെഫറൻസ് പോകും. അപ്പോൾ ദിസ് ഈസ് ദ വേ അറ്റ് ടൈംസ് ഇറ്റ് ഹാപ്പൻസ്. അപ്പോൾ ഇങ്ങനെ മാത്രമേ കോർഡിനേറ്റ്. അപ്പോൾ ആ മിനി നറേറ്റീവ്സ് ആണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇറ്റ് ഹാപ്പൻസ് വിത്ത് മീറ്റിംഗ് ദീസ് ഓർ ടു സീക്ക് ഹെൽപ്പ് ഓഫ് ദിസ് പീപ്പിൾ. അത് വേറൊരു പോയിൻ്റാണ്. സംടൈംസ് വി ടോക്ക് അബൌട്ട്, നമ്മൾ പറയും എൻ്റെ നാട്ടിലെ ആൾ റെപ്രസെൻറ്റേറ്റീവ് ഇപ്രാവശ്യം ഇലക്റ്റഡ് ആയ ആൾ, എവറിത്തിങ് ഹി ഓർ ഷീ ഡസ് ഇൻ എ പ്രോപ്പർ വേ. ചിലവർ പറയും അവർ ഇലക്ട് ചെയ്തു പിന്നെ ഇവരെ കണ്ടിട്ടില്ല എന്ന് പറയും. പക്ഷേ നമ്മളൊരു കോൺസെപ്റ്റ്, വി ക്യാൻ അറ്റ്ലീസ്റ്റ് അപ്രോച്ച് ദം, റൈറ്റ്? നമുക്കെപ്പോഴും ആക്സസിബിൾ ആണോ ഈ പറയുന്ന ഹയർ പൊസിഷനിലുള്ള ആൾക്കാരെ പെട്ടെന്ന് പോയി കാണാനോ? അത് ഇൻ എവറി റിഗാർഡ് ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട്. അപ്പോൾ അതേ സിറ്റുവേഷനാണ് നമ്മളൊരു ഗ്രാൻഡ് നറേറ്റീവിൽ മാത്രം ഫിക്സ് ചെയ്ത് നിൽക്കുമ്പോൾ വരുന്ന ഒരു കാര്യം. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ പാർട്ട് അറ്റ് വിച്ച് ദീസ് പീപ്പിൾ വോണ്ട് ടു ഡിഫർ. These people, I mean, this postmodernism, they profess kind of incredulity. They do not believe, they do not trust that meta narratives or grand narratives. അതിന് പകരമാണ് അവർ പറയുന്നത് മിനി നാറേറ്റീവ്സ്. അതാവുമ്പോൾ നമ്മൾക്ക് ആക്സസിബിൾ ആണ്. അത് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ പറയുമ്പോഴും നമ്മളത് ചിന്തിക്കേണ്ടത്, നമ്മൾ ഈ പറയുന്ന വലിയ വലിയ കാര്യങ്ങൾ നമ്മളെ ലിറ്ററേച്ചറിലായാലും ഓവർ ടോട്ടലൈസിങ് എക്സ്പ്ലനേഷൻസ് ലൈക്ക് അതിനേക്കാളും നമ്മൾക്ക് ചിലപ്പോൾ ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, പക്ഷെ അത് ഇവർ പറയുന്ന ഒരു രീതിയുണ്ട്. അതായത് നമുക്ക് ഇപ്പം എല്ലാം പെർഫെക്റ്റാണ്, ആ ലാംഗ്വേജിൽ ഞാൻ എഴുതിയതിൻ്റെ അപ്പുറം ഒന്നുമില്ല, അല്ലെങ്കിൽ ആ എക്സ്പ്ലനേഷൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് പറയുന്നൊരു സിറ്റുവേഷനാണ് ഗ്രാൻഡ് നറേറ്റീവ്സിൽ വരിക. ബട്ട് അതേസമയം മിനി നറേറ്റീവ്സ് ആണെങ്കിൽ യെസ്, മൾട്ടിപ്പിൾ ഇൻ്റർപ്രിട്ടേഷൻസ് ദാറ്റ് ഈസ് അലൗഡ്. അല്ലെങ്കിൽ ഇനി ഇപ്പം അതിൻ്റെ പല ഇൻ്റർപ്രിട്ടേഷൻസിൻ്റെ അല്ലെങ്കിലും അങ്ങനെ എഴുതാനുള്ളൊരു ഫ്രീഡം എല്ലാം വരുന്നുണ്ട്. മിനി നാറേറ്റീവ്സ് വരുമ്പോൾ നമുക്കറിയാം എത്രമാത്രം ഇപ്പം ഒരു ക്ലാസിക് റൈറ്റിങ്സിൽ എടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം റൂൾ ബൗണ്ടാണ്. ബട്ട് വി ഹാവ് നൗ വെരി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റൈറ്റിംഗ്, എവറിത്തിങ് ഗെറ്റിംഗ് ആക്സെപ്റ്റഡ് ആസ് വെൽ. അത് ഇപ്പം ഒരു 4 വരിയുള്ള കവിതകളായാൽ, സോ ദാറ്റ് ഇസ് മിനി നാറേറ്റീവ്, പാർട്ട് ഓഫ് മിനി നാറേറ്റീവ്. അപ്പം ഇങ്ങനെയുള്ളതിന് ആക്സെപ്റ്റഡ് ആവണമെന്നാണ് ലയോട്ടാർഡ് അല്ലെങ്കിൽ പോസ്റ്റ് മോഡേണിസം ആസ് സച്ച് പറയുന്നത്. പിന്നെ ഇനി വരുന്നതാണ് നമുക്ക് ബൗദ്രില്ലാതിൻ്റെ ഒരു കോൺസെപ്റ്റാണ് സിമുലാക്ര എന്നുള്ള കോൺസെപ്റ്റ് കൂടി വരുന്നത്. സോ ദിസ് ഇസ് ദ പാർട്ട് വിത്ത് വിച്ച് വി ഈ ഒരു മെയിൻ ആൾക്കാരിൽ അതിൽ ബൗദ്രില്ലാത് കൂടിയേ പറയാനുള്ളൂ. ദാറ്റ് വിൽ ബി കണ്ടിന്യൂഡ്. മോഡേൺ ലിറ്റററി തിയറി പോസ്റ്റ് മോഡേണിസം പേജ് നമ്പർ 85 അതായത് അന്ന് പറഞ്ഞിട്ടുണ്ട് സിമുലാക്ര, സിമുലേഷൻ, സിമുലാക്രയുടെ 4 സ്റ്റേജസ്. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ അപ്പാർട്ട് ഫ്രം ഈ ബുക്കിലുള്ള എക്സാമ്പിൾസ്, അതായത് 4 സ്റ്റേജസും ഒരു പെയിൻറ്റിങ് ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതായത് ഇപ്പം ആദ്യത്തെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് സൈൻ, അതായത് സൈൻ വിത്ത് ഓൾ ഇറ്റ്സ് ഒതൻറ്റിസിറ്റി പറയാൻ വേണ്ടി ആധാർ കാർഡ് ഫോട്ടോയിലുള്ള, അതായത് വിത്തൗട്ട് ഹാവിങ് എനി കളറിങ് ഉള്ള പിക്ക് പറഞ്ഞു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് കുറച്ച് ബ്യൂട്ടിഫൈ ചെയ്തിട്ടുള്ള പെർഫെക്റ്റ് ഇമേജസ് എല്ലാം ആണെങ്കിൽ കുറച്ചും കൂടി ആ സൈനിൻ്റെ ഒതൻറ്റിസിറ്റി കുറഞ്ഞു. സ്റ്റിൽ പേഴ്സൺ ഈസ് ദ സെയിം, ആ സൈൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾ സെയിം ആണ്, പക്ഷേ എങ്കിൽ ഒറിജിനൽ ആളുടെ റിയൽ കളറോ അല്ലെങ്കിൽ ഷേപ്പോ ഒന്നും ആവണമെന്നില്ല. കുറേ എന്താ പറയുക, ബ്യൂട്ടിഫൈ ചെയ്തിട്ടുള്ളൊരു പിക്കായിരിക്കും. അതാണ് സെക്കൻഡ് ഓർഡർ ഓഫ് ദി സിമുലേഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തേർഡ് ഓർഡറിന് നമ്മൾ പറഞ്ഞത് ഇതാണ്. അതായത് ഒരു ഡിസ്പ്ലേ പിക്ചർ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഫിലിം സ്റ്റാറിനെയോ മറ്റെന്തെങ്കിലും ഒരു സൈൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുമ്പം അത് ഫേക്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ, നമ്മളല്ല, പക്ഷേ എങ്കിൽ ടൈം ബീങ് അത് നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. പക്ഷെ അതിൽ വലിയൊരു റിയാലിറ്റി ഹിഡൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ്, സെയിം ആണ്. ഡിസ്നി ലാൻഡ് എന്ന് പറയുന്നത് ഇതേപോലെ അമേരിക്കയുടെ റിയാലിറ്റിയെ നന്നായിട്ട് ഹൈഡ് ചെയ്തിട്ട് പറയുന്ന അങ്ങനെയാണ് അതിനെ തേർഡ് ഓർഡർ സിമുലേഷനായിട്ട്, സിമുലാക്രയുടെ തേർഡ് സ്റ്റേജ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അത് ലാസ്റ്റ് ടൈപ്പ്, അതായത് ഏറ്റവും ഫേക്കായിട്ട് വരുന്ന ഒതൻറ്റിക് ഫേക്ക്, അതായത് ഏറ്റവും ലാസ്റ്റായിട്ട് സൈനിൻ്റെ കംപ്ലീറ്റും ലോസായിട്ടുള്ള സ്റ്റേജ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാർവസ്റ്റുള്ള ജിന്നി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ എക്സിസ്റ്റൻസ്. അതായത് നമ്മൾ വിചാരിക്കുന്നു റിയൽ പേഴ്സൺ ആണ്, റിയൽ പേഴ്സൺ ഈസ് ടോക്കിംഗ് അറ്റ് ദ അതർ സൈഡ്, ബട്ട് all of a sudden the other character comes to realize that she didn't exist, Ginny doesn't exist. അപ്പോൾ ഇങ്ങനെയുള്ള 4 തരത്തിലുള്ള സയൻസ് പറയുന്നതിൽ പെയിൻറ്റിങ് വെച്ചുകൊണ്ട്, അതായത് ഈ എക്സാമ്പിൾസിനുള്ള നമുക്ക് ഇത്രയും എക്സാമ്പിൾസ് നമ്മൾ ഡെയിലി ലൈഫിൽ നിന്നോ കാര്യങ്ങളിൽ നിന്നോ എടുത്ത് സിംപ്ലിഫൈഡ് എക്സാമ്പിൾസ് ആയിരുന്നു.
അത് പെയിൻറ്റിങ്ങിൽ കൊണ്ടുവരുമ്പം പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ആധാർ കാർഡ് ഫോട്ടോ എന്ന് പറയുന്നതിന് ഈക്വലായിട്ട് ബിഗിനിങ് തിയറിയിൽ കൊടുത്തിട്ടുള്ളത് ഒരു വളരെ ഗ്രിം അല്ലെങ്കിൽ പോവേർട്ടി ഉള്ള ഒരു സിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്പേസിന് അതേപോലെ റെപ്രസെൻ്റ് ചെയ്യുക. അതായത് വളരെ മോശമായിട്ടുള്ള സ്ട്രീറ്റ്സും അല്ലെങ്കിൽ റോഡും പിന്നെ കുണ്ടും കുഴിയെല്ലാം റോഡൊക്കെ ആണെങ്കിൽ അത് അതുപോലെ പോർട്രേ ചെയ്യുന്ന ഒരു പിക്ചറാണെങ്കിൽ അതിൽ കൂടുതൽ ഫേക്ക് വരുന്നില്ല. ആ സൈന് വളരെ കൃത്യമായിട്ടാണ് അതിനെ റിയാലിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓർഡർ. സെക്കൻഡ് വൺ ആലോചിച്ച് നോക്കുക. ഇതേപോലെ തന്നെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഏരിയ, ആ സ്പേസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു, പക്ഷേ വിത്ത് എ വെരി ഗ്ലാമറൈസ്ഡ് ഇമേജ്. അതായത് അതിലുള്ള മറ്റ് ഇപ്പം വേസ്റ്റ് ഡംപിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അത് സെക്കൻഡ് ഓർഡർ ഓഫ് സൈനാണ്. അതായത് നമ്മളിപ്പം യു ക്യാൻ പെർഫെക്റ്റ് ഇമേജിൻ്റെ അതേ ഈക്വലൻസിലാണ് വരിക. അതാണ് സെക്കൻഡ്. മിസ്റെപ്രസൻസ് ഓർ ഡിസ്റ്റോർട്ട് ദ റിയാലിറ്റി ബിഹൈൻഡ് ഇറ്റ് എന്നാണ് സെക്കൻഡ് സ്റ്റേജ്. മെയിൻ അതാണ് ഡിസ്റ്റോർട്ടിങ് ആണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഓർ മിസ്റെപ്രസെൻറ്റിങ്. അവിടെ ഹൈഡിങ് ഇങ്ങനെ വരുന്നില്ല, പക്ഷേ മിസ്റെപ്രസെൻറ്റേഷൻ വരും. നമ്മൾ വിചാരിക്കും അതാണ് ശരിയായിട്ടുള്ളത്, അത് മാത്രമേ അതിനുള്ളൂ. അപ്പോൾ അവിടെ ഒരു ഡിസ്റ്റോർഷൻ വരുന്നുണ്ട്. തേർഡ് ടൈപ്പാണ് നമ്മൾ അന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത്. 84ഉം 85ഉം പേജ് നമ്പർ നോക്കുക. അതിൽ തേർഡ് സ്റ്റേജ് വരുന്നത് ഡിസ്ഗൈസസ് ദ ഫാക്ട് ദാറ്റ് ദർ ഈസ് നോ കറസ്പോണ്ടിങ് റിയാലിറ്റി അണ്ടർനീത്ത്. അത് എക്സ്പ്ലെയിൻഡ് ആണ് ഓൾറെഡി. എന്ന് പറഞ്ഞാൽ ഡിസ്ഗൈസിങ് കറസ്പോണ്ടിങ് റിയാലിറ്റി അതിൽ പിന്നിലുണ്ട്. ഇപ്പം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ FB ഇമേജ് അല്ലെങ്കിൽ ഡിസ്പ്ലേ പിക്ചറായിട്ട് നമ്മളൊരു ഫിലിം സ്റ്റാറിനെയോ അല്ലെങ്കിൽ സെറ്റ് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എന്നെ അറിയുന്ന അല്ലെങ്കിൽ ആ ഫിലിം സ്റ്റാറിനെ അറിയുന്ന ആൾക്ക് മനസ്സിലാവും ദിസ് പേഴ്സൺ ഈസ് നോട്ട് ദ സെയിം, ബട്ട് ടൈം ബീയിങ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ രണ്ടുപേരും അറിയാത്ത ആൾക്കത് വലിയൊരു ഹൈഡിങ് കൈൻഡ് ഓഫ് എ സൈനാണ്. അത് ആ സൈന് വളരെയധികം മിസ്ലീഡ് ചെയ്യുന്ന ഒരു സൈനായിട്ടാണ് വരിക. അത് ഇവിടെ എങ്ങനെയാണ് ഇൻ ദ ബുക്ക് ഹൗ ഇറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ലെറ്റ് us see വിത്ത് പെയിൻറ്റിങ്ങിൻ്റെ ഇമേജിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. ഏസിൽ എന്ന് പറയുന്ന എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു സ്റ്റാൻഡാണ്. ഇറ്റ്സ് എ സ്റ്റാൻഡ് ടു ഹോൾഡ് ദി പെയിൻറ്റേഴ്സ് ക്യാൻവാസ്. ക്യാൻവാസ് അറിയാം, നമ്മൾ പിക്ചർ വരക്കുന്ന സ്പേസിനെയാണ് ക്യാൻവാസ് എന്ന് പറയാം. ഈ ക്യാൻവാസ് എവിടെയുണ്ട് എന്നാണ് എന്നെ സറിയലിസ്റ്റ് ആർട്ടിസ്റ്റിൻ്റെ, അതായത് റെനി മാഗ്രിറ്റയുടെ ഒരു പെയിൻറ്റിങ് അതിൽ കാണുന്നത് ഒരു പെയിൻറ്റിങ് ആണ്. എന്താ പെയിൻറ്റിങ്? ഒരു പെയിൻറ്റിങ്ങിൽ എന്ത് ചെയ്യുവാണ്, ഈ ഒരു പെയിൻറ്റിങ്ങിൽ തന്നെ ഉള്ളത് ഇങ്ങനെ ഒരു സ്റ്റാൻഡാണ് ഫോർ ഹോൾഡിങ് ദി ക്യാൻവാസ്. അതായത് പെയിൻറ്ററിൻ്റെ ക്യാൻവാസ് ഹോൾഡ് ചെയ്യാനുള്ള സ്റ്റാൻഡാണ് നമ്മൾ ആ പെയിൻറ്റിങ്ങിൽ കാണുന്നത്. ഇറ്റ് ഇസ് ഷോൺ സ്റ്റാൻഡിങ് അലോങ് സൈഡ് എ വിൻഡോ. അപ്പോൾ ഒരു വിൻഡോവും ഈ ക്യാൻവാസും എവിടെയുണ്ട്? ഈ പെയിൻറ്റിങ്ങിലുണ്ട്. On the canvas in the painting is painted the exterior scene. On the canvas in the painting. അതായത് ഈ ക്യാൻവാസ് ഉണ്ടല്ലോ, നമ്മൾ ഓൾറെഡി ഉള്ള പിക്ചറിൽ കാണുന്ന ക്യാൻവാസുമ്മൽ ആ വിൻഡോയിലൂടെ എന്താണോ കാണുന്നത് ആ പിക്ചറാണ് ഈ ക്യാൻവാസുമ്മലുള്ളത്. ഓക്കെ. വാട്ട് ഈസ് ഷോൺ ബിയോണ്ട് ദ വിൻഡോ ഈസ് നോട്ട് റിയാലിറ്റി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾക്കിപ്പോൾ ഈ പെയിൻറ്റിങ് തന്നെ എന്താണ് ഓൾറെഡി ഒരു സൈനാണ്. അതായത് നമ്മൾ കാണുന്ന ഏതോ റിയാലിറ്റിയെ നമ്മൾ വരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള, അതായത് വിൻഡോയിലൂടെ കാണുന്നത് നമ്മളല്ല, വിൻഡോയിലൂടെ കാണുന്നത് ചിലപ്പോൾ ആ പെയിൻറ്ററായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അപ്പം അത് നമ്മളുമായിട്ട് ഒരുപാട് റിമൂവ്ഡാണ് ആ റിയാലിറ്റി. പക്ഷേങ്കിൽ അതിൽ അപ്പോൾ അങ്ങനെ അവിടെ എന്ത് ചെയ്യണം? അഗെയിൻസ്റ്റ് വിച്ച് പെയിൻറ്റിങ് വിച്ച് ഇൻ ദ പെയിൻറ്റിങ് ക്യാൻ ബി ജഡ്ജ്. അതായത് അഗെയിൻസ്റ്റ് വിച്ച് ദ പെയിൻറ്റിങ് വിത്തിൻ ദ പെയിൻറ്റിങ് ക്യാൻ ബി ജഡ്ജ്ഡ് എന്നാണ്. അതായത് പെയിൻറ്റിങ് വിത്തിൻ ദ പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മൾ സർഫസിൽ കാണുന്നത്, നമ്മൾ ആ പെയിൻറ്റിങ്ങിൽ കാണുന്ന ക്യാൻവാസുമ്മിൽ, അതായത് ഈ പറയുന്ന സ്റ്റാൻഡിൽ കാണുന്ന പെയിൻറ്റിങ്, അതിന് പിന്നെയും എന്തുണ്ട്? അത് കുറച്ചെങ്കിലും ഒതൻറ്റിക്കാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തുള്ള വിൻഡോൻ്റെ അപ്പാർട്ടുള്ള ഒരു പെയിൻറ്റിങ്ങിന് ഒന്നും ചെയ്യാനില്ല. നത്തിങ് ഇറ്റ് ഹാസ് ടു ഡു വിത്ത് അവർ റിയാലിറ്റി. നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് അത് ഏകദേശം നിങ്ങളൊന്ന് ആ ഒരു ഡിസ്പ്ലേ പിക്ചറുമായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു പാർട്ട് അവിടെ കംപ്ലീറ്റ്ലി എന്താണ്? ഹിഡൺ ആണ്. അപ്പോൾ എന്തായാലും പെയിൻറ്റിങ് അല്ലേ എന്ന് പറഞ്ഞാലും, പക്ഷേ രണ്ടാമത്തെ അതിൻ്റെ ഉള്ളിലുള്ള പെയിൻറ്റിങ്ങിന് എന്താ കുറേയും കൂടി ഒതൻറ്റിസിറ്റി ലാക്കിങ് ആണ്. ഇങ്ങനെയാണ് ആ പറയുന്ന പാർട്ട് അതിൽ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ളത്. ലാസ്റ്റ് സെൻറ്റൻസ് ഇറ്റ് ഗോസ് ലൈക്ക് ദ സെയിം. എന്താ പറയുന്നത്? അതായത് വിച്ച് ഹാസ് നോ മോർ അതോറിറ്റി ഓർ റിയാലിറ്റി ദാൻ ദ പെയിൻറ്റിങ് വിത്തിൻ ദ പെയിൻറ്റിങ്. പെയിൻറ്റിങ് വിത്തിൻ ദ പെയിൻറ്റിങ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് നമ്മൾ കാണുന്നത് തന്നെ എന്താ? നമ്മൾ പുറത്തുനിന്ന് ഒരാൾ നോക്കുന്ന പെയിൻറ്റിങ് എന്താണ്? പെയിൻറ്റിങ്ങിൽ തന്നെ ഒരു പെയിൻറ്റിങ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്തുള്ള ആ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടലി ഇന്നാക്സസിബിൾ ടു എ പേഴ്സൺ ഹൂ ലുക്സ് ഫ്രം ദി ഔട്ട്സൈഡ്. ഇപ്പോൾ ഈ പെയിൻറ്റിങ് എന്ന് പറയുന്നത് സൈനാണല്ലോ, എന്തോന്നിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സൈനാണ്.
അതിൻ്റെയും അപ്പുറത്തുള്ള ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ആരോ കാണുന്നതാണ്, അയാൾ കണ്ടത് ശരിയാണോ എന്ന് നമുക്കറിയില്ല, അത് ഒറിജിനൽ ഉള്ളതാണോ എന്ന് അയാൾ ഇമാജിൻ ചെയ്തതാണോ എന്ന് നമുക്കറിയില്ല. സോ ഇത് ഏതൊരു വിൻഡോൻ്റെ അപ്പുറത്തുള്ള റിയാലിറ്റിയാണ്, അത് നമ്മൾക്കറിയില്ല. അപ്പോൾ ഇതേപോലെ ആ തേർഡ് സ്റ്റേജിന് ഡിസ്പ്ലേ പിക്ചറുമായിട്ടൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. കുറച്ച് പേർക്ക് അതിന് ആക്സസിബിലിറ്റി ഉണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡിസ്പ്ലേ പിക്ചർ ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ എന്നെ കുറച്ച് അറിയുന്ന ആൾക്കാർക്ക് അതിന് ആക്സസിബിലിറ്റി. അപ്പോൾ അതായത് അതിൻ്റെ ഉള്ളിൽ നിന്നത് വരച്ച പെയിൻറ്ററിന് ചിലപ്പോൾ അതിന് ആക്സസിബിലിറ്റി ഉണ്ടാവും, ആ പെയിൻറ്ററിനെ നമ്മൾക്കറിയില്ല. ആ പെയിൻറ്ററിന് ഇമാജിനേഷൻ പവർ കൂടുതലാണോ കുറവാണോ നമുക്കറിയില്ല. സോ ഓൾ ദീസ് ആർ ദർ. അപ്പോൾ അതിൻ്റെ ഒതൻറ്റിസിറ്റി ലാക്കിംഗ് ആണ് എന്നാണ് ഇതിൽ പറഞ്ഞു വരുന്നത്. പിന്നെ ഫോർത്ത് സ്റ്റേജ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ പറയുന്ന പോലെ ഹൈപ്പർ റിയൽ ആണ്. സ്റ്റേജ് ഈസ് ദാറ്റ് ഓഫ് ഹൈപ്പർ റിയൽ. ആ ഹൈപ്പർ റിയലിന് അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്, അത് ഈ പെയിൻറ്റിങ്ങിൻ്റെ എക്സാമ്പിൾ വരുന്നത് കംപ്ലീറ്റ് അബ്സ്ട്രാക്ട് പെയിൻറ്റിങ് ആണ്. നമുക്കൊന്നും, അതായത് നമ്മൾ മുന്നിൽ കാണുന്ന അബ്സ്ട്രാക്ട് പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഈ പറയുന്ന പോലെ പ്രാഞ്ചിയേട്ടൻ മൂവിയിൽ പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷനാണ്. ലൈക്ക് ഇതിനെല്ലാം കുറേ അർത്ഥങ്ങളുണ്ട്, നമ്മൾ അതിൽ നിന്ന് എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നമുക്ക് പിന്നെ കോൺക്രീറ്റ് റിയാലിറ്റിയുമായിട്ട് പെട്ടെന്ന് വലിയ ആക്സസിബിലിറ്റി ഒന്നും തോന്നണമെന്നുമില്ല, ഉണ്ടാവണമെന്നുമില്ല. സോ പ്ലീസ് സീ പേജ് നമ്പർ 84, 85. ഇത്രയും പാർട്ടാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അത് മറ്റുള്ള എക്സാമ്പിളുമായിട്ട്, അത് നമ്മൾ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള എക്സാമ്പിൾസുമായിട്ട് ജസ്റ്റ് പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ. ഇത് പിക്ചർ വരച്ചിട്ട് ക്ലാസ്സിൽ നെക്സ്റ്റ് ഡേ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അത് കേട്ടിട്ട് വരിക. ഓക്കെ.